ഐ4യു ന്യൂസ് കുടുംബസംഗമം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഏറ്റുമാനൂർ പട്ടിത്താനം സാൽവേസ് ഹെവൻ ഹോം സ്റ്റേയിൽ നടന്ന പരിപാടി സിനി ആർട്ടിസ്റ്റ് ഐശ്വര്യ രാജീവ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ ഒരു കുടുംബസംഗമം ഒരുപാട് വർഷം ഇത്രയും ഇതിലും ഗംഭീരമായിട്ട് ഐ4യുവിന് നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഐ4യുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ മുതലേ അറിയാവുന്ന ഒത്തിരി സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ വന്ന അനിൽ ചേട്ടൻ്റെ ഈ ഒരു ചാനലിൻ്റെ വന്ന കഷ്ടപ്പാടും ഈ ഒരു നിലയിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. ഇനി ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഐ4യു ഡിജിറ്റൽസ് മാനേജിംഗ് പാർട്ണർ ശ്രീജിത്ത് VS അധ്യക്ഷനായിരുന്നു. ഐ4യു എന്ന സ്ഥാപനം ഇവിടെ ആരംഭിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അനിലിവിടെ സൂചിപ്പിച്ചു. നമ്മൾ 2019 ആണ് ഇതിൻ്റെ ഐ4യുവിൻ്റെ ഒരു ആരംഭം കുറിച്ചത്. എന്നാൽ അതിന് വളരെ മുന്നേ തന്നെ ഡെൻ എന്ന കമ്പനിയുമായിട്ടും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനിൽ സൂചിപ്പിച്ചു. നിരന്തരമായിട്ട് ഡെന്നുമായിട്ട് റേറ്റിൻ്റെ പ്രശ്നത്തിലും അതുപോലെ തന്നെ ലിങ്ക് ചാർജിൻ്റെ ഇഷ്യൂവിലും ഒക്കെ തർക്കങ്ങൾ നടന്നു വരികയും അത് ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ഒരു സംഘടന അതിൻ്റെ പേരിൽ ഉണ്ടാക്കുകയും ആ സംഘടനയുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ 40-ൽ പരം ആളുകൾ ഡെന്നിനെതിരെ പലവട്ടം സമരം ചെയ്യുകയും ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ എറണാകുളത്ത് പോയി ഡെന്നിൻ്റെ ഓഫീസ് പിക്കറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ നമുക്കിവിടെ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്ന് 2019 ഒരു ആശയം ഉദിച്ചതാണ് ഒരു പുതിയ ഹെഡ് എൻഡ് ഇവിടെ സ്ഥാപിക്കുക, അതല്ലെങ്കിൽ ഡെന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സിഗ്നൽ എടുത്ത് സ്വതന്ത്രമായിട്ട് വ്യവസായം നടത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഐ4യു ന്യൂസ് MD അനിൽ തനിമ സ്വാഗതം പറഞ്ഞു. നമുക്കറിയാം, ആദ്യമേ ഞാൻ തുടങ്ങേണ്ടത് എന്താണ് ഐ4യു എന്ന് തന്നെയാണ്. 2018 കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച ഐ4യു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ എല്ലാം ഹൈലൈറ്റിൽ എഴുതിയേക്കുന്നത്, ക്യാപ്ഷൻ എഴുതിയേക്കുന്നത് വാർത്തകളുടെ നേർക്കാഴ്ച എന്നാണ്. അതുകൊണ്ട് തന്നെ നേർക്കാഴ്ചയാണ് ഐ4യു. നമ്മളൊരു പേരിടാൻ വേണ്ടി നിശ്ചയിച്ച സമയത്ത് എന്താണ് ഐ4യു എന്ന് പറയുമ്പോൾ വാർത്തകളുടെ നേർക്കാഴ്ച എന്ന് പറയുന്നത് തന്നെ നിങ്ങളെന്ത് കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളിലെത്തിക്കുന്ന ഏതാണോ ഒരു ന്യൂസ് ചാനൽ അത് തന്നെയാണ് ഐ4യു, നിങ്ങളുടെ കാഴ്ച തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് ഐ4യു എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ തുടങ്ങാൻ കാരണം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒരു പച്ചക്കറിക്കടയോ പലചരക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു കോമ്പറ്റീഷനായിട്ടായിരിക്കും തുടങ്ങുക. പലപ്പോഴും നമ്മൾ വേറൊരാൾ ചെയ്യുന്ന ബിസിനസ് കണ്ടിട്ടായിരിക്കും വേറൊരു ബിസിനസ്സിലേക്ക് തുടങ്ങി പുറപ്പെടുക. കാരണമുണ്ട്, അത് നമ്മളെല്ലാവരും മലയാളി ഒരു തട്ടുകട ഒരിടത്ത് വിജയിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വിജയിച്ച തട്ടുകടയ്ക്ക് ഓപ്പോസിറ്റ് തട്ടുകട ഇടും. പക്ഷേ ഐ4യു അങ്ങനെയല്ല, അതിജീവനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനം. ഐ4യു ഡിജിറ്റൽസ് ജോയിന്റ് മാനേജിംഗ് പാർട്ണറും കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സജീവ് കുമാർ AD, SSC കേരള ഹെഡും ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് കിങ്സ് ഇനിഗോ പ്രതാപചന്ദ്രൻ എന്നിവരെ ആദരിച്ചു. എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ ഒന്നിച്ച്, ജീവിക്കുകയാണെങ്കിൽ ഒന്നിച്ചെന്നുള്ള കൂട്ടായ്മയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. 14 പേരുണ്ടായിരുന്നു. വിധിയുടെ വൈപരീത്യം കൊണ്ട് പലരും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഈ 5-6 പേര് ഒന്നിച്ച് നിൽക്കുകയാണ്. അത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ തിരുനടയിൽ വെച്ചുകൊണ്ടാണ് ആദ്യം ഒരു കൂട്ടായ്മ അവർ പറഞ്ഞു കഴിഞ്ഞു കേരളനാടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അന്ന് അനിലോട് പറഞ്ഞൊരു വാക്കുണ്ട്, അനിലുണ്ടെങ്കിൽ ഞാനൊന്ന് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സൗഹൃദം പ്രിയപ്പെട്ട ഉല്ലാസും സായിച്ചേട്ടനും ജിബിയും ബിജുവും മനോജും ഒക്കെ ആയിട്ട് ഒരു കുടുംബം പോലെ കഴിയാൻ കഴിയുന്നതിൻ്റെ ഒരു ഭാഗ്യം. ആ കൂട്ടായ്മ നിങ്ങളെല്ലാം വന്ന് കാണുവാൻ കഴിഞ്ഞതും ഈ കൂട്ടായ്മ വരും കാലം തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എന്തായാലും ഐ4യു ഫാമിലിയുടെ ഭാഗമാകാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് ഐ4യു ഇപ്പോൾ സജീവേട്ടൻ പറഞ്ഞ പോലെ
തിരുവനന്തപുരത്തും ആലപ്പുഴയിലും എറണാകുളത്തും തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിലും വളരെ താമസിയാതെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും I4U എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. I4Uവിൻ്റെ എല്ലാ വിജയത്തിലും എൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റത്തെ പ്രയത്നവും സപ്പോർട്ടും കൂടെ ഉണ്ടെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എക്സ്ട്രാനെറ്റ് ആൻഡ് RR ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാമചന്ദ്രൻ നായർ, റെയിൽവെയർ സോണൽ മാനേജർ ശ്യാം മോഹൻ, കെ-ഫോൺ സോണൽ മാനേജർ സന്തോഷ് KS, അലയൻസ് സോണൽ മാനേജർ ജാവീദ് ബഷീർ EK, I4U ന്യൂസ് ചീഫ് എഡിറ്റർ ഷാജി വണ്ടവത്തേൽ, I4U ഡിജിറ്റൽസ് പാർട്ണർമാരായ ബിജു വർഗീസ്, ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. അത് ദൈവാനുഗ്രഹത്താൽ ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് പ്രാർത്ഥനയും ആശംസയും. സജീവൻ ചേട്ടൻ പറഞ്ഞതുപോലെ നന്മ ചെയ്താൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, ബാക്കി എല്ലാ ഫലങ്ങളും ദൈവം തന്നുകൊള്ളും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരെയും, ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I4U മാനേജിംഗ് പാർട്ണർ മനോജ് എസ് നായർ നന്ദി രേഖപ്പെടുത്തി. ആഴ്ച കൊണ്ട് ഏതാണ്ട് ആലോചിച്ച് ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ ഒരാഴ്ച തിങ്കളാഴ്ചയാണ് നമ്മളിത് ആലോചിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് കൂടിയൊരു കുടുംബസംഗമമാണ്. അത് വളരെ വിജയമാക്കി തീർത്തതിൽ ഏറെ സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം കേബിൾ ടി വിക്കാർക്ക് കുടുംബസംഗമോ കുടുംബമോ ഒന്നും ഇല്ലാത്ത രീതിയാണ്. കാരണം വെച്ചാൽ കുടുംബത്തെ എത്താൻ പറ്റിയാൽ പറ്റി എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ കുറേ വ്യത്യാസം വന്നു. കാരണം വെച്ചാൽ നമ്മുടെ RF കേബിളൊക്കെ മാറി OFC ഒക്കെ വന്നതോടെ നമ്മൾ കുറേ റിലാക്സ് ചെയ്തു. ഇപ്പം നമുക്ക് കുറേയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഒരു കാലത്ത് ഓണത്തിനൊക്കെ എല്ലാവരെയും കൂട്ടി ഒന്ന് ടൂറ് പോകാമെന്ന് വെച്ച് വാഗമണ്ണിൽ ചെന്ന് അങ്ങ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും വിളി വരും, ഇവിടെ ഇതാ ഫൈബർ പൊട്ടി അല്ലെങ്കിൽ ഇടി വെട്ടി കേബിൾ മൊത്തം പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളി വരാറുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി ഇപ്പം റിലാക്സ് ആയിട്ടുണ്ട്. നമ്മൾ നെറ്റും കേബിളും വന്ന് OFC ആയി ഇൻ്റർനെറ്റും കൂടെ വന്നതോടുകൂടി വരുമാനത്തിലും വ്യത്യാസമുണ്ട്, നമുക്ക് ഒത്തിരി റിലാക്സേഷനുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു കുടുംബസംഗമം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. വയലിൻ ഫ്യൂഷൻ, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.